കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പുതിയ പ്രസിഡന്റായി കോഴിക്കോട് അതിരൂപത മെത്രാപ്പോലീത്ത അഭിവന്ദ്യ വർഗീസ് ചക്കാലക്കൽ പിതാവിനെ തിരഞ്ഞെടുത്തു. കോഴിക്കോട് അതിരൂപതയുടെ ഇടയനും കേരള ലത്തീൻ മെത്രാൻ സമിതിയുടെ അധ്യക്ഷനുമായ പിതാവിനെ ഡിസംബർ 12 വെള്ളിയാഴ്ച പാലാരിവട്ടം POCയിൽ വെച്ച് നടന്ന KCBC യോഗമാണ് പുതിയ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ എന്നെ ഈ POCയിൽ നടന്ന മെത്രാന്മാരുടെ സമ്മേളനം KCBCയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. വലിയൊരു ദൈവാനുഗ്രഹവുമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. അപ്പോൾ ദൈവം തന്ന ഈ ദാനത്തിന് ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുന്നു. എല്ലാം ദാനങ്ങളാണ്, എല്ലാം കൃപയാണ്. ആ ദൈവം തരുന്നതൊക്കെ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാമെന്നുള്ളതാണ്. ഞാൻ ഈ ഒരു KCBC പ്രസിഡൻ്റ് എന്ന ഈ പദവി രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു. മെത്രാന്മാരെല്ലാവരും കൂടി എന്നെ ഏൽപ്പിച്ച ഈ ഒരു ഭാരം ഞാൻ വഹിക്കാമെന്ന് ഏറ്റുപറയുകയും ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ആശംസകൾ. കേരള ലത്തീൻ സഭയ്ക്കും മലബാറിലെ രൂപതകൾക്കും ഏറെ സന്തോഷം നൽകുന്ന വാർത്തയാണിത്. തിരുവനന്തപുരം അതിരൂപത അധ്യക്ഷനും മലങ്കര സഭയുടെ തലവനുമായ കർദിനാൾ മാർ ബസേലിയൂസ് ക്ലിമിസ് പിതാവായിരുന്നു ഇത്രയും നാൾ KCBCയെ നയിച്ചുകൊണ്ടിരുന്നത്. പൗരോഹിത്യ ജീവിതത്തിലൂടെ കോട്ടപ്പുറം രൂപതയിലെ മാള പള്ളിപ്പുറം സെന്റ് ആന്റണീസ് ഇടവകയിൽ 1953 ഫെബ്രുവരി 7 വർഗീസ് ചക്കാലക്കൽ പിതാവ് ജനിച്ചത്. മംഗലാപുരത്ത് നിന്ന് തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം 1981 ഏപ്രിൽ 2 കോഴിക്കോട് കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് പൗരോഹിത്യം സ്വീകരിച്ചു. ആലുവ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ ഉന്നത ബിരുദവും മൈസൂർ സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ MA ബിരുദവും നേടിയ അദ്ദേഹം 1987 മുതൽ 91 വരെ റോമിലെ ഉർബൻ സർവകലാശാലയിൽ സഭാ നിയമം പഠിച്ച് ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. മംഗലാപുരം സെന്റ് ജോസഫ് മേജർ സെമിനാരിയിൽ പ്രൊഫസറായും ഡീൻ ഓഫ് സ്റ്റഡീസ് ആയും സേവനം ചെയ്യുമ്പോഴാണ് പിതാവിനെ കണ്ണൂർ രൂപതയുടെ പ്രഥമ മെത്രാനായി ഉയർത്തിയത്. 1999 ഫെബ്രുവരി 7 കണ്ണൂർ രൂപതയ്ക്ക് വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ ജന്മം നൽകിയപ്പോൾ മാളയുടെ മാണിക്യം കണ്ണൂരിനു സ്വന്തം എന്നായിരുന്നു അന്നത്തെ പത്രങ്ങളിലെ ശ്രദ്ധേയമായ തലക്കെട്ട്. തുടർന്ന് 2012 മെയ് 15 ബെനഡിക്ട് 16 മാർപ്പാപ്പ അദ്ദേഹത്തെ കോഴിക്കോട് രൂപതയുടെ ഇടയനായി നിയമിച്ചു. 2014 വരെ കണ്ണൂർ രൂപതയുടെ അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്ററായും അദ്ദേഹം തുടർന്നിട്ടുണ്ട്. മികച്ച വചന പ്രഘോഷകൻ, അജപാലന ശുശ്രൂഷയിൽ അതീവ തൽപരൻ, പ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞൻ, മികച്ച വാഗ്മി, സഭാ നിയമ വിദഗ്ധൻ, ജനകീയ പിതാവ് എന്നിങ്ങനെയാണ് അഭിവന്ദ്യ പിതാവിനെ വിശ്വാസ സമൂഹം വിശേഷിപ്പിക്കുന്നത്. KCBC അധ്യക്ഷൻ എന്ന നിലയിൽ മനുഷ്യത്വത്തിന്റെ ഈ മുഖമായിരിക്കും ഇനി കേരള സഭയെ നയിക്കുക. KCBC പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അഭിവന്ദ്യ വർഗീസ് ചക്കാലക്കൽ പിതാവിന് കോഴിക്കോട് അതിരൂപത വൈദികർ ആശംസകൾ നേർന്നു. സ്നേഹമുള്ളവരെ, ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാ വൈദികരും ഇന്ന് POCയിൽ പാലാരിവട്ടത്തിൽ ആയിരിക്കുന്നത്. നമ്മുടെ കോഴിക്കോട് രൂപതയുടെ അതിരൂപതയുടെ ഇടയൻ അഭിവന്ദ്യ വർഗീസ് ചക്കാലക്കൽ പിതാവ് POCയിൽ വെച്ച് ഇന്ന് ഡിസംബർ 12 വെള്ളിയാഴ്ച KCBCയുടെ കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. ദൈവം അഭിവന്ദ്യ പിതാവിനെ ഒത്തിരി അനുഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ 26 വർഷങ്ങളിലായി മെത്രാൻ എന്ന നിലയിൽ കണ്ണൂരും കോഴിക്കോടും നിസ്തുലമായ സേവനം അർപ്പിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന നിമിഷത്തിൽ ഞങ്ങൾ ഒന്നു ചേർന്ന് കോഴിക്കോട് അതിരൂപതയുടെ പേരിൽ മുഴുവൻ വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ദൈവജനത്തിൻ്റെയും പേരിൽ
1000 മംഗളങ്ങൾ ഞങ്ങളുടെ സ്നേഹമുള്ള ഇടയന് അഭിമന്യ വർഗീസ് ചക്കാലക്കൽ പിതാവിന് നേരുന്നു. പാക്സ് കമ്മ്യൂണിക്കേഷൻസ്, കോഴിക്കോട് അതിരൂപത.